ഈ വൈറൽ റെസിപ്പിയോടെ എനിക്കുള്ള വിയോജിപ്പ് മസാലപ്പൊടികൾ അവർ നേരിട്ട് ചേർക്കണമെന്നുള്ള പലരും അത് കരിച്ച് ആകെ കൊളാക്കുന്നുണ്ട്. ഞാനതിൽ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചിട്ടാണ് ചേർക്കണത് കേട്ടോ. എണ്ണ ചൂടായിട്ട് അടുപ്പ് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കുഴച്ച മസാലപ്പൊടി ചേർക്കണത്. എന്നിട്ടാണ് അടുപ്പ് ഓൺ ചെയ്യണത് കേട്ടോ. ഇതിൽ കുത്തുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചതച്ചതുമാണ് കേട്ടോ. ഇനിയാണ് നമ്മൾ ക്ഷമയുടെ പാഠം പഠിക്കേണ്ടത്. വളരെ ചെറിയ തീയിൽ ഇത് ഭംഗിയായിട്ട് വഴറ്റുക. അതിൽ ആ പച്ച മണമൊക്കെ പോണ വരെ. അതിൻ്റെ ഇടയിൽ കുറച്ച് കറിവേപ്പിലയും ഉപ്പൊക്കെ ചേർക്കുക കേട്ടോ. ഇനിയും നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണ ആ ഒരു സമയമാണ് ഇതിൻ്റെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുള്ള സമയം. ഈ വൈറൽ റെസിപ്പി ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഒഴിച്ചത് പുളിവെള്ളമാണ് കേട്ടോ. ഈ പുളിയും ഉപ്പും എരിവും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക രുചിയുടെ കടലിലേക്കാണ് നമ്മൾ മീനെ ഇടണത്. ഞാൻ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു. എനിക്ക് വെള്ളം കുറച്ച് പോരാന്ന് തോന്നിയുണ്ട്. വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഒഴിച്ചാൽ മതി. ഇനി നമ്മൾ മീൻ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് അയലയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഈ റെസിപ്പിയുടെ കൂടെ കൂടുതൽ യോജിച്ച് പോണത്. നന്നായിട്ട് മസാല വേവുമ്പോൾ അങ്ങോട്ടും കൂടെ ഒക്കെ ഇങ്ങനെ മറച്ചിട്ട് ഇതൊക്കെ പിന്നെ എല്ലാ വീട്ടമ്മമാർക്കും അറിയാമല്ലോ. ഇതാണ് കേട്ടോ ഫൈനൽ. ഇനി നമ്മൾ ഇത്തിരി കറിവേപ്പില ഒഴിച്ച് ഇട്ട് അടച്ച് വയ്ക്കുക. ഇത് കഴിഞ്ഞ് ഇത്തിരി ചോറോട് കൂടി ഇതിങ്ങനെ വിളമ്പുക. ഇത്തിരി ഓണിയൻ റിങ്സൊക്കെ ഡെക്കറേറ്റ് ചെയ്തോളൂ. അടിപൊളിയാണ് ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട്. എനിക്ക് ഏറ്റവും ഹൈലൈറ്റായിട്ട് തോന്നിയതിൽ മസാലയാണ് കേട്ടോ. ഇത്രയും ചോറുണ്ണാനും ഇത്തിരി മസാല മതിയെന്ന് എന്തൊരു സ്വാദാണെന്നറിയോ. ഈ പുളിയും ഉപ്പും എരിവും ഒക്കെ ഇങ്ങനെ നമ്മൾ മലയാളികൾക്ക് ഒരു നൊസ്റ്റാൾജിയാണ്. നാവിലിങ്ങനെ വെള്ളം ഓടിക്കാം, കപ്പൽ ഓടിക്കാം എന്നൊക്കെ പറയില്ലേ, ശരിക്കും നന്നായിട്ട് എണ്ണയും പിന്നെ ആ ഒരു എരിവും മുളകും കുത്തുമുളകും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും